കേരളത്തിൽ ആരാവശ്യപ്പെട്ടാലും ബ്രൂവറി അനുവദിക്കുമെന്നാണ് പുതിയ മദ്യനയത്തിൽ പറയുന്നതെന്നും ഇത് സംസ്ഥാനത്തെ സാമൂഹ്യ ദുരന്ത ബാധിത പ്രദേശമാക്കി മാറ്റാനുള്ള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമാണെന്നും കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ VM സുധീരൻ. ദേശീയ ശാസ്ത്രവേദിയുടെ ആഭിമുഖ്യത്തിൽ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ പാരിസ്ഥിതിക പ്രത്യാഘാത സാധ്യത പഠന റിപ്പോർട്ട് അവതരണത്തിന്റെ ഭാഗമായുള്ള പൊതുചർച്ചയ്ക്കായി എലപ്പുള്ളിയിലെത്തിയതായിരുന്നു അദ്ദേഹം. ബ്രൂവറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ പദ്ധതിരേഖ പുറത്തുവിടാൻ ഇതുവരെ സർക്കാരിന് സാധിക്കാത്തത് സമീപനം സുതാര്യമല്ലാത്തതുകൊണ്ടാണ്. ദേശീയ ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് ലക്ഷ്മി ചന്ദ്രന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് വളരെയേറെ സമഗ്രമാണെന്നും ബ്രൂവറി തുടങ്ങുന്നതിനെ സംബന്ധിച്ച സർക്കാരിന്റെ എല്ലാ അവകാശവാദങ്ങളും പൊള്ളയാണെന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ റിപ്പോർട്ടിന് സാധിച്ചിട്ടുണ്ടെന്നും VM സുധീരൻ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ നിര്യാണത്തിൽ അനുശോചിച്ച റിപ്പോർട്ട് അവതരണവും പൊതുചർച്ചയും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായും അദ്ദേഹം അറിയിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു, വൈസ് പ്രസിഡന്റ് A സുനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് D രമേശ്, ശാസ്ത്രവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രവീൺ സാഹല്യ, രക്ഷാധികാരി PR മഹാദേവൻ പിള്ള, ജില്ലാ പ്രസിഡന്റ് ലക്ഷ്മി R ചന്ദ്രൻ, സെക്രട്ടറി പുണ്യകുമാരി തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.